ഡി നീയേ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴേ ശ്രീയേട്ടൻ്റെ പേരിലൊരു അർച്ചന കഴിച്ചേക്കണേ. ശ്രീകുമാർ വിശാഖം. ഇന്ന് ശ്രീയേട്ടൻ നാളാ. എനിക്കേ ഇനി അമ്പലത്തിൽ പോകാനൊക്കെ നിന്ന് ആകെ ലേറ്റ് ആവും. ശരി എന്നാ. ജാക്കി ഞാനേ പോയി അടിച്ചു വരട്ട് വരാം. ആ അമ്മ കുളിച്ചാ? എന്നാ പിള്ളേരെ ഒന്ന് വിളിക്കട്ടാ. അപ്പോ നിനക്ക് ഏറിച്ചൊരു കൂടുണ്ട് കേട്ടാ. സോറി ചേച്ചി. സോറി ചേച്ചി. പിള്ളേര് എണീറ്റമ്മ? എവിടെ? അപ്പോ മാളു എണീക്ക് എണീക്ക്. ഓട്. അപ്പൂ ഓട്. സമയം പോയി. പിടിച്ചേ. അമ്മനെ പോലെ നോക്കിയേക്കോട്ടാ. അച്ഛമ്മയുടെ മക്കള് വന്നല്ല. അയ്യേ ഇഡ്ഡലിയാണോ? ആ ഇഡ്ഡലി എനിക്ക് വേണ്ട. എന്താ മാളു നല്ല കുട്ടിയല്ലേ അങ്ങനെ കഴിച്ചേ? അമ്മ ഇപ്പൊ കഴിക്കണ്ട? ഇല്ല മോള് വാ കഴിക്ക്. അച്ഛമ്മ അമ്മ ഇന്നലെ എനിക്ക് അപ്പം ഉണ്ടാക്കി തരാന്ന് പ്രോമിസ് ചെയ്തല്ലേ. ഇവിടെ കാര്യം അത് സാരൊന്നുമില്ല. ഇപ്പൊ ഇത് കഴിച്ചാ രണ്ടപ്പം ഉണ്ടാക്കി കൊടുക്കും മോളെ. അമ്മേ ഇനി നേരൂല്ല അമ്മ. അപ്പോ വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കാൻ മറക്കണ്ട കേട്ടാ. അമ്മ ഞാൻ കുളിക്കാൻ വേണേണേ. വേഗം കഴിക്ക്, വണ്ടി ഇപ്പൊ വരും. വണ്ടിയിലെടുത്ത് രണ്ടുപേരും കൂടെ തല്ലുണ്ടാക്കരുത് കേട്ടാ. സൂക്ഷിച്ചു പിടിച്ചു. ടാറ്റാ. ടീച്ചറെ, ആ മിനി ഇന്നും വന്നില്ലേ? രാവിലെ കെട്ടുമ്പോ ഒരുക്ക് ചുറ്റിട്ട് ഓടിക്കണ കണ്ട്. വന്നോളൂ. ആ സഫയറുകാരുടെ ആദ്യം തീർക്കണേ. ശരി ടീച്ചറെ. നീ വല്ലതും കഴിച്ചാ? ഇല്ലമ്മ ഇല്ല. ഞാനേ 2 ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ കഴിച്ചോ? വണ്ടിക്കാരൻ ഫീസിന്റെ കാര്യം ചോദിച്ചേട്ടാ. ഓ അവന്മാർ ഉടുക്കത്തൊരു ഫീസ്. എന്തായാലും ഈ വർഷം കൂടെ അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിള്ളേരെ ഞാൻ ഇങ്ങോട്ട് മാറ്റും. ഇതാവും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അയ്യോ ഹെൽമെറ്റ് കൊടുത്തില്ല. അല്ലെങ്കിലും ആരെ കാണിക്കാനാണ് അമ്മ? പഠിക്കാനുള്ള പിള്ളേരാണെങ്കിൽ എവിടെയാണെങ്കിലും പഠിക്കും. അല്ലാണ്ട് പിന്നെ ആ ഷാളൊന്ന് കെട്ട്. ആ കെട്ടി.
എന്താ രഘുട്ട, ഇതൊരു വീടല്ലേ, ബാറല്ലല്ലോ. ഹലോ പറയ്. 200 റൂംസാ 5 സ്റ്റാറിലേക്കാ. എങ്ങോട്ടാണ്? ഒരു എവിടേക്കാണ്? ഇവിടെ ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കും. ആ എല്ലായിടത്തും സീസൺ അല്ലേ. ആ ശരി ശരി, എനിക്കറിയാൻ പാടില്ല, നോക്കട്ടെ. 200 ബസ്സുകൾ 5 മണിക്ക് മുമ്പ് ഷിഫ്റ്റ് ചെയ്യണം. ഇതൊക്കെ പെട്ടെന്ന് കർണാടകത്തിൽ നിന്ന് MLA-മാരെ കൊണ്ടുവരുന്നു. പൊളി താമസത്തിന് നടക്കുമല്ലോ. ഒന്ന് ഇങ്ങനെ വെച്ച് ബാക്കിയുള്ളവന്റെ പണിയാന്ന് കഴിഞ്ഞില്ലേ? ഇന്നലത്തെ തിരുവാതിര ഉണ്ടോ? ഇല്ല, കണ്ടില്ല. ഇവളെടുത്തില്ലേ? ഏയ്, ഞാൻ എടുത്തില്ല ചേച്ചി. ഒരു മിനിറ്റ്, അപ്പം എടുത്താണേ. ഞാൻ ചേച്ചി, ആ ബ്ലൗസ് തയ്ച്ചിട്ടേ ലൂസല്ലേ? ചേച്ചി കൂട്ടുകാരൊക്കെ പറയുന്നത് ഗിന്നസ് ബുക്കിൽ വരൂന്നാ. വരൂ നമ്മളല്ലേ കളിച്ചത്. ഡേഡി ഒരു മെസ്സേജ്. വേണു ഇല്ലടി, ഞാനൊന്നുമില്ല. ലീവില്ല, ആകെ പണിയും. എന്ത് ദൂരമാണ് പരിപാടി. ഹലോ 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 ഹലോ, എന്താണ്? അതെ അതെ, ആ പറയൂ മാഡം. എപ്പോ? എന്നിട്ട് ഓക്കെ മാഡം, ഞാൻ അങ്ങോട്ട് വരാം മാഡം. ആ എന്തു പറ്റി? എന്തു പറ്റിയെന്ന്? അല്ല, മാളൂന് സുഖമില്ലാണ്ടായിട്ടേ സ്കൂളിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നു. അയ്യോ, പോണ്ടേ അപ്പോ? ആ, അഡ്മിറ്റ് ആക്കിന്, പോണം. ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ വേറെ ആരെങ്കിലും ഇല്ല, വിളിച്ചാലോ? ഫോൺ വന്നിട്ടില്ല. അവിടെ എത്തിയിട്ട് വിളിക്കണേ മോളെ. ആ, ഒന്ന് നോക്കണേ സാറേ. നിന്റെ കാശ് വല്ലതും ഉണ്ടാ? അത് വെച്ചോ. ആ, നീയും കൂടെ ഒന്ന് ചെയ്യലോ വെച്ചേ. എനിക്കാണെങ്കിൽ 10:30 മണിക്ക് ട്രഷറി പോയേ പറ്റുള്ളൂ. കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. അത് കുഴപ്പമില്ല ചേച്ചി, എനിക്ക് ഫസ്റ്റ് അവർ ഫ്രീ ആണ്. ചേട്ടാ, സിറ്റി ഹോസ്പിറ്റൽ. ചെന്നിട്ട് വിളിക്കണേ വെച്ചേ. ഒന്നും ഉണ്ടാവില്ല, നീ സമാധാനായിട്ടിരി. ആ ചേട്ടാ, വിട്ടു കേട്ടോ, വിട്ടു. ഹസ്ബൻഡ് ഗൾഫിലാണ്, ഗ്രാഫിക് ഡിസൈനർ. മോൾക്ക് ഫുഡ് പോയ്സൺ ആയിരുന്നു. ഷീ വാസ് ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേജ്. ഇവിടെ എത്തിക്കാൻ ഒരു 10 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിഫിക്കൽട്ട്. ഈ പഴകിയ ഭക്ഷണത്തിൽ നിന്ന് എൻഡോടോക്സിൻ എന്ന് പറയുന്ന ഒരു തരം ബാക്ടീരിയ ഫോം ചെയ്യും. നെർവ്സിനെയും ബ്രെയിനെയും വരെ ബാധിക്കാവുന്ന ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാണത്. കുട്ടി എന്താണ് കഴിച്ചത് രാത്രിയും രാവിലെ ആയിട്ട്? ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം അമ്പലത്തിൽ നിന്ന് പോണ വഴിക്ക് പൊറോട്ടയും ചിക്കനും കഴിച്ചായിരുന്നു കടയിൽ നിന്ന്. കുട്ടി മാത്രോ? അല്ല ഡോക്ടറെ, അമ്മ അല്ലാണ്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചായിരുന്നു. അപ്പൊ രാവിലെ? രാവിലെ ഞാൻ ഇഡലി ഉണ്ടാക്കി കൊടുത്തപ്പോ മോള് പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കി കൊടുത്തു. പഴകിയ പാക്കറ്റ്? അല്ലല്ല, പുതിയ പാക്കറ്റാണ്. ഞാൻ ഇന്നലെയാണ് പൊട്ടിച്ചത്, അല്ല ഇന്ന് രാവിലെയാണ് പൊട്ടിച്ചത്. അതിന്റെ പുറകിലെ ഡേറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയത്. ഡേറ്റ് ഒക്കെ പാക്കറ്റിന്റെ പുറത്തല്ലേ? ഉള്ളിലെ പ്രോഡക്റ്റിന്റെ അവസ്ഥ നമ്മൾ എങ്ങനെ അറിയാനാ? എനിവേ, ഷീസ് ഗെറ്റിംഗ് വെൽ. എന്തായാലും 2 ദിവസത്തെ കീൻ ഒബ്സർവേഷൻ വേണം. ഹലോ, ആ ശ്രീയേട്ടാ, ഞാൻ ഇപ്പതേ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞുട്ടാ. കുഞ്ഞിപ്പോഴും ഐസിൽ തന്നെയാണോ? അതേട്ടാ, ഐസിയു തന്നെയാ. ഞാൻ കയറി കണ്ടിട്ടൊന്നുമില്ല. അവര് വിളിപ്പിക്കും. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. മണി, ഇനിയെങ്കിലും പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം. നമ്മൾ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണ്ടേ? ഞാനെന്ത് ശ്രദ്ധിക്കാനാണ് ശ്രീയേട്ടാ? കടയിൽ നിന്ന് പാക്കറ്റ് പിടിച്ചിട്ട് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് അപ്പം ഉണ്ടാക്കാനാ? ശ്രീയേട്ടൻ വരുന്നത് ഇങ്ങനെ ഓരോന്നിട്ട് പറയല്ലേ ശ്രീയേട്ടാ, ഞാൻ വെക്കണേന്. മോളെ, ചേച്ചി ഡോക്ടർ എന്താണ് പറഞ്ഞത്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അന്ന് കുഞ്ഞു മാത്രല്ല രാവിലെ പാലപ്പം കഴിച്ചത്. അപ്പൊ അതിന്റെ ഫുഡ് പോയിസൺ ആണെന്ന്. മാളവിക ശ്രീകുമാറിന്റെ ആരാ? ഉണ്ട് ചേച്ചി. അല്ല, ഒരാള് മതി, ഒരാള്. ചേച്ചി ഒരാള്. മോള് ചൊല്ല്. അമ്മക്കാരേനാണ്? അമ്മ പേടിച്ചു പോയി. വേനൊക്കെ മാറിയാ? എങ്ങനെയുണ്ട് മോളെ? ഓക്കെ അല്ലേ? ചേച്ചി ഒന്ന് പുറത്തേക്കോ, ഡോക്ടർ വന്ന റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞേ. ആ ശരി.
അമ്മ പോകല്ലേ? അമ്മൂമ്മയ്ക്ക് എന്റെ വെളിയിലിട്ടാ, അമ്മ പുറത്തിരിക്കാം. അച്ഛനെ വിളിക്കോ? ഇവിടെ ഇരുന്ന് എങ്ങനെ വിളിക്കാൻ പറ്റുക? ഇവിടെ ഉള്ളവർ രണ്ടാ വഴക്കം അറിയൂലേ? ചക്കര ഉറങ്ങിക്കോ കുറച്ചു നേരം, അമ്മ വരാട്ടാ. ഓക്കെ അല്ലേ? മോൾക്ക് വിശക്കണുണ്ടാ? മാമൻ കുറച്ച് പാലപ്പം കൊണ്ടുവന്നേ. വേണ്ട. അയ്യോ അങ്ങനെ പറയല്ലേ, നല്ല പാലപ്പല്ലേ. കുഞ്ഞിനി ജന്മത്തെ പാലപ്പം കഴിക്കൂല അല്ല മോളെ. സിസ്റ്റർമാര് പോയോ മോളെ? മോളെ രാവിലെ ഇറങ്ങാൻ പറ്റും. അമ്മയുടെ ചക്കര ടെസ്റ്റുകള് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി കുഴപ്പമില്ലെങ്കിൽ മറ്റന്നാ പോവാം. ആ പിന്നെ ഇതൊന്ന് അടച്ചേക്കണേ. എത്രയായി മോളെ? 8300 രൂപ. എത്രയാണ്? 8300 അമ്മേ. എന്റെ ഭഗവാനെ, വന്നിട്ട് 2 മണിക്കൂർ ആയില്ലല്ലോ. അമ്മ സ്കൂളുകാർ അവരുടെ ഇതിന് ചേർന്ന ആശുപത്രിയിലല്ലേ കൊണ്ടാക്കിയിരിക്കണേ. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിവിടെ റൂം തന്നെ AC ഇല്ലാത്തോണം ചോദിച്ചപ്പോഴത്തേക്ക് അവരുടെ ഭാവൊന്ന് കാണണ്ടായിരുന്നു. ഒക്കെ കാശാരുടെ കളിയാണ്. അമ്മ ഞാൻ ഈ ബില്ലൊന്ന് അടച്ചിട്ട് വരാം. നിക്ക്, എന്താണ്? കാശുണ്ടോ അടയ്ക്കാൻ? ഇല്ല, 2000 രൂപ രമ ചേച്ചി തന്നെ. 3000 രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ 3ഉം 2ഉം 5ആയി. ശ്രീകുമാറിന്റെ അമ്മയുടെ വല്ലതും കാണുമെന്ന് ചോദിച്ചു. അമ്മയുടെ ഒന്നും കാണൂലേ. യൂണിറ്റിലെ പൈസയൊക്കെ കിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത മാസമാവും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അതുകൊണ്ട് അടച്ചിട്ട് നാളെ കൊണ്ടുവരാന്ന് പറയാം അവരുടെ അടുത്ത്. നാളെ എവിടുന്ന് കൊടുക്കാനാണ്? കയ്യിലും കാലിലും കിടക്കണ ഒക്കെ വരവും. അമ്മ ഞാൻ ഇത്തിരി കാശ് ഓഫീസിൽ ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടണമെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ കൊച്ചിന് നെക്ലസ് ഇരിപ്പില്ല, അത് പണയം വെക്കാം. ചേട്ടനോ തന്നെയാ പറഞ്ഞ. ശരി, ഞാൻ പോയി അടച്ചിട്ട് വരാം. അമ്മ റൂമിലിരുന്നോ. റോക്കിംഗ് വിത്ത് മാളൂട്ടി. ബൈ ബൈ പാലപ്പം, പോപ്പോ പാലപ്പം. ഹലോ, ആ ശ്രീയേട്ടാ. അല്ല ടൗണിലാണ്. എക്സാം നാളെ ഉള്ളു. അതിനിപ്പോൾ എന്താണ് നോക്കും? ആ ശരി. ഈ അള്ളിയനെ ഒരു ലോക പരാജയം കേട്ടോ. ശ്രീയേട്ടനാണോടാ? അല്ലാണ്ടാര് എന്താ കാര്യം? FB-ലിട്ട മാളുവിന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ. ആ ഞാനല്ലെങ്കിൽ നിന്നോട് പറയാനിരിക്കണായിരുന്നു. ആശുപത്രിയിൽ വയ്യാണ്ട് കിടക്കണ കൊച്ചിന്റെ പടം ആരെങ്കിലും നാട്ടുകാരെ കാണിക്കാൻ ഇടുവാടാ. എന്റെ തലയ്ക്ക് ഓളാണ്. ഓ ഇത് അതില് ശോകം. ആ പറഞ്ഞിട്ടേ അല്ലേ നിനക്ക് ചേരും. എന്തായാലും 2 ദിവസം കഴിയും. ഒരു വിധത്തിൽ അവിടെ പോയി നന്നായി ചേച്ചി. അവിടെ സൂപ്പർ ട്രീറ്റ്മെന്റ് ആണ്. നല്ല സൂപ്പർ ട്രീറ്റ്മെന്റ് ഒക്കെയാണ്. പക്ഷേ ബില്ല് അടയ്ക്കണമെങ്കിൽ വീടിന്റെ ആധാരം ഞാൻ പണയം വെക്കേണ്ടി വരും. പിന്നെ അമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ കിറ്റിലുണ്ട്. ഞാൻ പെട്ടെന്ന് പോട്ടെ. ഇയാളിപ്പോ എന്താ ചെയ്യണേ? ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. ഭയങ്കര പഠിപ്പിസ്റ്റാ. ഇല്ലല്ലോ അമ്മ. ഇല്ലില്ല. മറ്റേലോ? കിട്ടി. ഇതിപ്പോ മരങ്ങതിരിയാണെങ്കിലും ആധാർ കാർഡ് വേണമെന്നാണല്ലോ. അമ്മ ശരിയെന്നാ, ഞാൻ വിളിക്കാം കേട്ടോ. ഹലോ മണി, മാല എടുത്തോ? ഇല്ല, എടുത്തോണ്ടിരിക്കണേണ്. ഇതിപ്പോ കൊടുത്താൽ ഒരു 10 രൂപ കിട്ടുമായിരിക്കും. അതാവുമ്പളേ അങ്ങോട്ടെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാലോ. വേണ്ട, എനിക്കിവിടെ തൽക്കാലം കാശിന് ആവശ്യമൊന്നുമില്ല. നീ അവിടുത്തെ കാര്യങ്ങൾ നോക്ക്. എന്തായാലും നോക്കാം. ഞാൻ ബാങ്കിലോട്ട് പോയിട്ട് വിളിക്കാം. ശരി എന്നാ വെച്ചേക്കട്ടെ. എടാ പിന്നെ നീ എന്നെ ജെട്ടിയിൽ വിട്ടാൽ മതി. അവിടെ എന്റെ സ്കൂട്ടർ ഇരിപ്പുണ്ടേ. അതെ, ഒരു 3 മണിയാകുമ്പോ അപ്പൂനെ സ്കൂളിൽ നിന്ന് വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടാക്കാൻ മറക്കല്ലേ. കേക്കുണ്ടാ?
ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. ഓക്കെ, നീ ആദ്യം ഡോക്ടറെ പോയിന്ന് കാണാം. ഞാൻ വൈകിട്ടാണ് ഇറങ്ങാം. ഓക്കെ. മാഡം, ആ ഇരിക്കും. എന്താ വിശേഷം? ഒന്ന് പണയം വെക്കാനായിട്ട് മാഡം. ആ കാർഷിക വായ്പ ഒന്ന് കിട്ടുമെന്ന് നോക്കാനായിട്ട്. നോക്കാം. ഇതിപ്പോ എന്താ? മാലയാ. ആ മോളുടെ. നോക്കട്ടെ. രാജു, ഇതൊന്ന് നോക്കണേ. ഈ മാല എവിടുന്ന് വാങ്ങിച്ചേ? HRR ജ്വല്ലറി എന്നാണ് സാറേ. എന്ത് പറ്റി? ഇത് കണ്ടോ, ഇത് മുഴുവൻ മെഴുക. മൊത്തം തൂക്കം 3.5 പവനുണ്ട്. പക്ഷെ സ്വർണം 1.5 പവൻ തേച്ചുണ്ടാവില്ല. എന്റെ ദൈവമേ, ഒരു 4.5 മാസം മുമ്പ് മേടിച്ചാണ് ചേച്ചി. ഉരച്ചു നോക്കാൻ എടുത്തപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് തോണ്ടി നോക്കിയപ്പോ ആ തോടളകുന്ന ഒരു സാധനം അങ്ങ് പോന്നു. എന്തൊരു തട്ടിപ്പാ ഇതൊക്കെ. 3.5 പവന്റെ പൈസ കൊടുത്ത് മേടിച്ചല്ലേ ഇത്? അതെ. ഞാൻ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കട്ടെ ചേച്ചി. ആ കാണിച്ചു നോക്കട്ടെ. ഹലോ ശ്രീയേട്ടാ, ഞാനിവിടെ ബാങ്കിൽ ഇതുകൊണ്ട് വന്നേണേ. അപ്പൊ അവര് പറയണത് നമ്മുടെ മാലയിൽ 1.5 പവനെ സ്വർണ്ണമുള്ളൂ, ബാക്കിയൊക്കെ മെഴുകാണെന്നൊക്കെ. നമ്മളിപ്പോ ഇനി എന്ത് ചെയ്യും? മണി, നീ ഇത് എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവില്ല ശ്രീയേട്ടാ. എന്നിട്ട് മാല അവര് വാങ്ങിച്ചോ? ഇല്ല, ബാങ്കിൽ അവര് പറഞ്ഞ നമ്മള് ജ്വല്ലറിയിൽ കൊണ്ടുപോയി ഉടനെ കൊടുക്കാനാണ്. നീ ഒരു കാര്യം ചെയ്യേ, ആ അനീഷിനെ ഒന്ന് വിളിക്കുക, എന്നിട്ട് തിരിച്ചു വിളിക്കുക. ആ വിളിക്കട്ടെ, ഞാൻ അനീഷിനെ വിളിക്കാം. ടെൻഷൻ ആവണം. നീ ടെൻഷൻ അടിക്കണ്ട, നീ ബാങ്കിൽ നിന്ന് പറഞ്ഞ പോലെ ചെയ്യേ. ഹലോ. ആ അനീഷേ, ഞാൻ മണി. പറഞ്ഞു. ഞാനും ചേട്ടനെല്ലാം കൂടെ അന്ന് പണ്ട് അവിടെ വന്നിട്ട് ഒരു മാല എടുത്തിരുന്നില്ലേ മോൾക്ക്? ആ മാല ഞാനിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പണയം വെക്കാൻ വേണ്ടി വന്നാണ് ബാങ്കില്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവര് പറയുന്നതിൽ 1.5 പവന്റെ സ്വർണ്ണമുള്ളൂ, ബാക്കി മുഴുവൻ മെഴുകാണെന്നൊക്കെ. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? ചേച്ചി, ഞാനിപ്പോ HRRലല്ല വർക്ക് ചെയ്യണത്. അവിടെ നിന്ന് മാറിയിട്ട് 2 മാസമായി. ചേച്ചി ഒരു കാര്യം ചെയ്യ്, ബില്ലുമായിട്ട് നേരെ ഷോപ്പിലേക്ക് നോക്കൂ. അവിടെ എത്തിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ശരി. അമ്മേ, HRRന്റെ ഒരു ചോപ്പ് കളറിലെ കവർ ഇതിനകത്ത് വെച്ചിരുന്ന നമ്മ കണ്ടായിരുന്നോ? അല്ല, അതിൻ്റെ അകത്താണ് ഞാൻ ബില്ല് വെച്ചത്. കഴിഞ്ഞ തവണ ഞാൻ ഇല്ലല്ല, ഞാൻ ഒരു മിനിറ്റ്. അമ്മ അനീഷ വിളിക്കണ്ട്, ഞാൻ ഇവിടെ തിരിച്ചു വിളിക്കാട്ടാ. ഹലോ, അനീഷ ബില്ല് ഇവിടെ കാണുന്നില്ലല്ലോ. ഓ, അത് സീനാണല്ലോ ചേച്ചി. ജനുവരിയിലാണ്, എനിക്ക് ഉറപ്പാണ്. കാരണം ശ്രീയേട്ടന് അവധിക്ക് വന്നപ്പോഴാണല്ലോ. ചേച്ചി ഒരു കാര്യം ചെയ്യ്, നേരെ ഷോപ്പിലേക്ക് വിട്ടോ. അവിടെ ചെയ്തിട്ടേ ഒന്ന് ഫോൺ ചെയ്ത് മാനേജർക്ക് കൊടുത്താൽ മതി. ബാക്കി ഞാൻ സംസാരിച്ചോളാം. ഞാനുള്ള സമയത്ത് എടുത്താണല്ലോ. ആ ഞാൻ കടയിലേക്ക് ചെല്ലണേണ്. ആ ശരി. ഹലോ. എന്തായി നോക്കിയോ? ആ ബില്ല് കാണുന്നില്ല. കാണുന്നില്ലെന്നാ? എടിയാ, HRMന്റെ ചുവന്ന കവറിനിട്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ? സൂക്ഷിച്ചു വെക്കണോ അന്ന് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തതാ. അതെ, ഞാൻ സൂക്ഷിച്ചു വെച്ചാണ്. ഇപ്പൊ എവിടെയാണ് ഇരിക്കണെന്ന് ഓർക്കണില്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളന്നോ? എനിക്കെന്റെ സർവാംശം ചൊറിഞ്ഞു വന്നണ്ടാ. എന്നാ പിന്നെ അങ്ങോട്ട് മറന്ന് ചൊറിയി. ഞാൻ ഇവിടെ തീ നിന്ന് നിൽക്കുമ്പോഴൊന്ന് ഫോൺ വെക്കാവോ?
താങ്ക് യു മാം. ഓ നമസ്കാരം സാറേ. നമസ്കാരം, ഇരിക്കൂ. പറയൂ. സാറേ, എൻ്റെ പേര് രാധാമണി. ഞാനും ഹസ്ബൻഡും കൂടെ ഒരു 4 മാസം മുമ്പ് ഇവിടെ വന്നെടുത്ത മാല ചെയ്ത് 3.5 പവൻ്റെ. ഇപ്പൊ പണയം വെക്കാൻ വേണ്ടി ചെന്നപ്പോ കോപ്പറേറ്റീവ് ബാങ്കിൽ അവരാ പറഞ്ഞു ഇതിൽ 1.5 പവന്റെ സ്വർണ്ണമുള്ളൂ, ബാക്കി മെഴുകാന്ന്. ഇതിന്റെ ബില്ലുണ്ടോ? ഇല്ല സാറേ, ബില്ല് കാണണില്ല. പിന്നെ എങ്ങനെയാണ് മാഡം ഇത് ഇവിടെ നിന്ന് വാങ്ങിയതാണ് ഞങ്ങൾക്ക് ഇല്ല, ബോധ്യപ്പെടുന്നത്. ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. ഇവിടെ ജോലി ചെയ്ത അനീഷില്ലേ, അനീഷ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പൊ അവനുള്ളതിനെ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സാധനം വാങ്ങിയത്. ഇവിടെ വരുമ്പോ സാറിനെ കണക്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് സാറേ. അനീഷെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, സാറിന്റെ കൊടുക്കാം. സാറേ. ഹലോ സാറേ, അനീഷാണ്. അവരന്ന് എന്റെ കെയർ ഓഫിലായിരുന്നു മാല അവിടെ നിന്ന് ആര്? സാറേ, അനീഷാണ്. ആ മാലയുടെ കേസിലെ സാറേ വളരെ ജീവനായിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. ഹലോ, നമ്മളെ ഓക്കെയാണ് സാറേ. മാഡം, 75 വർഷത്തെ പാരമ്പര്യമുണ്ട് ഞങ്ങളുടെ HRR ജ്വല്ലറിക്ക്. പിന്നെ ഞങ്ങളുടെ ക്ലയൻസിനാണെന്നുണ്ടെങ്കിലും ഞങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു ബില്ല് പോലും ഇല്ലാതെ ഇതുപോലെ ഒരു അലിഗേഷൻ. പ്ലീസ് മാഡം. അയ്യോ സാറേ, ഞാൻ വെറുതെ പറയണല്ല, ഇവിടുന്ന് തന്നെ മേടിച്ചാണ്. ഞങ്ങള് എന്റെ കുഞ്ഞിന് സുഖമില്ലാതിരുന്ന് ഞാൻ ഈ ബില്ല് നോക്കാൻ പോയതുകൊണ്ടാണ് സാറേ കിട്ടാത്തത്. ഇവിടുത്തെ കമ്പ്യൂട്ടറിലൊന്നും നോക്കി അറിയാൻ പറ്റൂലേ സാറേ. ദേ ഒരു മിനിറ്റ്, ദേ ഇതിന്റെ ബാക്കിലുണ്ടല്ലോ സാറേ, ഇവിടുത്തെ എംപ്ലോയി ഇതിന്റെ ബാക്കിലുള്ളത്. മാഡം, വളരെ വലിയൊരു കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണിത്. ഞങ്ങളുടെ ഹോൾ മാർക്കിംഗ് ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഡെഫിനറ്റ്ലി ഞങ്ങൾ നിയമ നടപടി എടുത്തിരിക്കും. മനസ്സിലായോ? ഉണത്തല്ലേ, മാലയുടെ കാര്യം എപ്പോഴാണ് 37 അറിഞ്ഞത്. എന്റെ പൊന്നോ, എന്ത് കരച്ചിലായിരുന്നു. ഡോക്ടറും നഴ്സുമാരും എല്ലാം ഓടിക്കൂടി. ഇപ്പൊ ഒന്ന് മയങ്ങിയതേ ഉള്ളു. ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കാം. നോക്ക് ടീച്ചറെ, ഇത് കണ്ട. നമ്മളിനി എന്ത് ചെയ്യും മോളെ? എനിക്കറിയാൻ പാടില്ല അമ്മേ. വിവരം എന്ന് പറയാനായിട്ട് അനീഷിനെ വിളിച്ചിട്ടാണെങ്കിൽ എൻ്റെ ഫോണും കിട്ടണില്ല. വീട്ടിലെന്തെന്ന് വെച്ചാൽ ശ്രീയേട്ടാണ് എൻ്റെ തോല തിന്നുകൊണ്ടിരിക്കണേ. വെറുതെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ മോളെ കാര്യം? നീ ഒരു കാര്യം ചെയ്, രാത്രി വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് ഒന്നും കൂടി നോക്ക്. കിട്ടാണ്ടിരിക്കൂല, കിട്ടും. നോക്കുമണി, യുവമാരൊന്നും വെറുതെ വിടരുത്. കേസ് കൊടുത്ത് കോടതി കയറ്റണം. എന്ത് ചെയ്യാനാണോ? ആ ചേച്ചി. ആ എന്തായി അനീഷേ? എന്റെ അനീഷ് എത്ര നേരിട്ട് ഞാൻ വിളിക്കണ അനീഷ്, ഫോൺ എന്തിയേ? ചേച്ചി ഇന്ന് ഫുള്ള് ഓട്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഓട്ടായിരുന്നു. ഫോണാണ് ചത്തും പോയി. അല്ല, മോക്ക് എങ്ങനെയുണ്ട്? ആ, മോക്ക് കുറവുണ്ട്. നീ ഇത് കണ്ട അനീഷേ? കണ്ണി ചോരയില്ലാത്ത ചെയ്തല്ലേ ഇത്? അതിപ്പോ എന്ത് പറയാനമ്മ. നമുക്ക് ശരിയാക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറയാനാണ് ഇനി? അവരടുക്കണില്ല ചേച്ചി. ഞാൻ അവിടുത്തെ സ്റ്റാഫുമായിട്ട് സംസാരിച്ചു. ഈ പർട്ടിക്കുലർ ബാച്ചിൽ വന്ന മാലയിൽ 4 എണ്ണത്തിന് സെയിം കംപ്ലൈന്റ് ഉണ്ട്. ആ, പക്ഷെ അവരുടെ കേസിൽ അവർക്കൊക്കെ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തു. നമ്മുടെ കേസിൽ ബില്ലില്ലാത്തോണ്ട് ബില്ല് കമ്പ്യൂട്ടറിനകത്ത് കാണില്ല, അതിൽ നിന്ന് എടുക്കാൻ വല്ല മാർഗം ഉണ്ടോ? ഇല്ല ചേച്ചി, അത് നടക്കില്ല. 1 മാസത്തിൽ കൂടുതൽ അവർ സേവ് ചെയ്യില്ല. ബാക്കപ്പ് ഹാർഡ് ഡിസ്കിൽ സാധനം ഉണ്ടാവും, പക്ഷേ അത് നമ്മൾ വിചാരിച്ചാൽ കിട്ടില്ല. പോലീസ് ഇടപെട്ടാൽ ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ പൊക്കാൻ പറ്റും. പക്ഷേ പോലീസിൽ കംപ്ലൈൻറ്റുമായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ബില്ല് ഇഷ്യൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടണില്ല. ചേട്ടനാണ് ആകെപ്പാടെ ബഹളം വെച്ചോണ്ടിരിക്കുക. ചേച്ചി ടെൻഷൻ അടിക്കട്ട, ഒന്നുകൂടെ ഒന്ന് തപ്പി നോക്ക്. അത് കിട്ടുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ബാക്കി നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ? ഹലോ, ആ ചേട്ടാ. ഹലോ, എന്തായി? ഞാൻ ആശുപത്രിയിലാ ചേട്ടാ. അവർക്ക് ബില്ല് കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും നോക്കി. ഞാൻ ജ്വല്ലറിയിലോട്ട് പോണേന് മുമ്പ് മൊത്തത്തിലൊന്ന് നോക്കിയായിരുന്നു, കിട്ടിയില്ല. അമ്മയും മക്കളും എന്താന്ന് വെച്ചി? എടി, മനുഷ്യനായ കുറച്ചൊക്കെ അനുസരണ ഉത്തരവാദിത്വമൊക്കെ വേണം. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞാണ് ആ ബില്ല് സൂക്ഷിച്ചു വെക്കണമെന്ന്. ബാക്കിയുള്ളവന്റെ വാക്കിന് എന്തെങ്കിലും വേറെ നീ കൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എടി, ഞാനിവിടെ കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. ഇനി നീ എന്താന്നോ ചേച്ചി, എന്നെ കൂടി തിരിച്ചു വിളിക്കണ്ട.